പിന്നെ ഇടയ്ക്കൊക്കെ ചില വാർത്തകൾ വന്നു 33 കിലോയെ അവിടെ പൂശിയിട്ടുള്ളൂ, പൊതിഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ. അതിനൊന്നും അർത്ഥമില്ല. കാരണം 44 കിലോ 800 ഗ്രാം വിജയ മല്യ അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2009 അവിടെ വീണ്ടും സ്വർണം വന്നിട്ടുണ്ട്. അത് കന്നിമൂല ഗണപതിയുടെ അവിടെയും മാളികപ്പുറം ക്ഷേത്രത്തിലും നാഗരാജാവിന്റെ അവിടെയൊക്കെ സ്വർണം 2009 സ്വർണം വന്നിട്ടുണ്ട്, പൂശിയിട്ടുണ്ട്. അത് എത്ര കിലോ എന്ന് SIT കണ്ടെത്തണം. കൃത്യമായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം വിജയ മല്യ പൂശി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിച്ച് ആ പൂശി കഴിഞ്ഞിട്ട് ഹൈക്കോടതി പൂശിയെന്നും അതിന്റെ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 60ഓളം ജോലിക്കാരുണ്ടായിരുന്നു. 4-5 മാസം അവര് ശബരിമല അവിടെ കിടന്ന് ജോലി ചെയ്തതാണ്. അന്നൊന്നും പൂശാനൊന്നും വെളിയിലോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ കൊണ്ടുപോക്കിന് ദുരുദ്ദേശം തന്നെ. എന്തിനാണ് കൊണ്ടുപോകുന്നത്? അങ്ങനെ കൊണ്ടുപോകാൻ വകുപ്പില്ലല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ദേവസ്വം മന്ത്രിയോ പറഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുമോ? അത് ശബരിമലയുടെ സ്വത്ത് സൂക്ഷിക്കേണ്ട ആൾക്കാർ തന്നെയല്ലേ അത് വെളിയിലോട്ട് കൊണ്ടുപോകാൻ വകുപ്പുണ്ടാക്കിയത്. അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഞെട്ടിക്കുന്ന ഓരോ തരത്തിലുള്ള വാർത്തയാണ് ഓരോരോ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നത്. 1998-99 കാലഘട്ടത്തിൽ ശബരിമലയിൽ UB ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ 33 കിലോ സ്വർണം, ചിലർ അത് പറയുന്നു 31.3 കിലോഗ്രാം സ്വർണവും 1900 ഗ്രാം ചെമ്പും ഉപയോഗിച്ചാണ് ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതികൾ ചെയ്തത് എന്ന്. അതായത് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഉമ്മറക്കട്ടളപ്പടിയും ഉമ്മറവാതിലും ചുറ്റമ്പലത്തിൽ ദശാവതാരമടക്കമുള്ള ചിത്രീകരണങ്ങളും അതുപോലെ ശ്രീകോവിലിന് ഇരുവശവും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയുമെല്ലാം ചേർത്തായിരുന്നു വിജയ് മല്യ 31.3 കിലോഗ്രാം സ്വർണത്തിൽ അവിടെ സ്വർണ്ണ നിർമ്മിതികൾ വഴിപാടായി ചെയ്തത് എന്നുള്ളതാണ് പലരും പറഞ്ഞത്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിന് അപേക്ഷിച്ച ആളുകൾ ഇപ്പോൾ പറയുന്നത്, അവരുടെ ജാമ്യാപേക്ഷയിൽ പറയുന്നത് ശബരിമലയിൽ സ്വർണം പൂശിയിരുന്നതായി ഞങ്ങൾക്കറിയില്ല, അതുകൊണ്ടാണ് ചെമ്പ് പാളികൾ എന്ന് എഴുതി ചേർത്തത് എന്ന വിചിത്രമായ രീതിയാണ് അല്ലെങ്കിൽ വാദമാണ് ജാമ്യ ഹർജിയിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ശബരിമലയിൽ 2 തവണ ദേവസ്വം കമ്മീഷണറും 1 തവണ ദേവസ്വം പ്രസിഡന്റുമായിരുന്ന, ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കഴിയുന്ന വാസു തൻ്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നത് ഇതാണ്: ചെമ്പുപാളികൾ എന്നെഴുതിയത് ശബരിമലയിൽ സ്വർണം പൂശിയതായി തനിക്ക് അറിയില്ലായിരുന്നു, മറ്റു ദേവസ്വം ഉദ്യോഗസ്ഥരും അറിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞ് തനിക്ക് അറിവ് എന്നാണ് പറയുന്നത്. അതായത് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ മഹസറുകളിലോ രജിസ്റ്ററുകളിലോ സ്വർണം പൂശിയതാണ് എന്നുള്ള രേഖ താൻ കണ്ടിട്ടില്ല എന്നുകൂടി വാസു പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: സ്വർണ്ണക്കൊള്ള നടത്തുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ മഹസറും രജിസ്റ്ററുമെല്ലാം ഇവർ തീയിട്ട് നശിപ്പിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. കാരണം അതിൽ കൃത്യമായി സ്വർണം ഇത്ര ഇടങ്ങളിൽ ഇത്ര സ്വർണ്ണ നിർമ്മിതി നടത്തിയിരിക്കുന്നു, ഇത്ര നീളത്തിൽ, ഇത്ര വണ്ണത്തിൽ, ഇത്ര ഘനത്തിൽ എന്നൊക്കെയുള്ള കൃത്യമായ രേഖ വിജയ് മല്യ 1998-99 കാലഘട്ടത്തിൽ സ്വർണ്ണ നിർമ്മിതി പൂർത്തിയായ അവസരത്തിൽ തന്നെ എല്ലാവിധ മാധ്യമങ്ങളെയും വിളിച്ചു വരുത്തി ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് ശബരിമലയിലെ സ്വർണം പൂശൽ വഴിപാടായി ദേവസ്വത്തിന് സമർപ്പിക്കുമ്പോൾ ഈ രേഖകളോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ശബരിമലയിൽ ഇന്നയിടത്ത് ഇന്ന തോതിൽ ഇന്ന അളവിൽ ഒക്കെ സ്വർണം പൂശിയിട്ടുണ്ടെന്നുള്ള കൃത്യമായ രേഖ UB ഗ്രൂപ്പിന് വേണ്ടി സമർപ്പിക്കുകയുണ്ടായി. ഈ രേഖയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കാണുന്നില്ല, അത് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ വാസുവും കൂട്ടരും എടുത്തു പറയുന്നത്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ രീതിയിലുള്ള റെക്കോർഡുകൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ ഉണ്ട് എന്നുള്ളത് വാസുവും കൂട്ടരും തിരിച്ചറിയാതെ പോയത് വലിയ തിരിച്ചടിയായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ SP ജോർജ് ജോസഫ് ഒരു വീഡിയോ അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജോർജ് ജോസഫ് ഞെട്ടിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അതായത് കേരളം പറഞ്ഞു കേൾക്കുന്ന, കേരളത്തെ ഞെട്ടിച്ച് ആഗോള വ്യാപകമായ അയ്യപ്പ ഭക്തന്മാരെ ഞെട്ടിച്ച ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പറഞ്ഞു കേട്ടത് ഒന്നും സത്യമല്ല. ശബരിമലയിൽ 31.33 കിലോഗ്രാം സ്വർണമോ അല്ലെങ്കിൽ 33 കിലോഗ്രാം സ്വർണത്തിൻ്റെതായ നിർമ്മിതികളല്ല വിജയ് മല്യ ചെയ്തു കൊടുത്തത്. വിജയ് മല്യ ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതികൾക്ക് വേണ്ടി ചെയ്തത് 44.800 ഗ്രാം സ്വർണമാണ് ഇറക്കുമതി ചെയ്തു കൊടുത്തത്. ലോകത്തെ ഏറ്റവും സംശുദ്ധമായ സ്വർണം കിട്ടുന്നത് സ്വിറ്റ്സർലൻഡിൽ നിന്നാണെന്നതിനാൽ സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് 44.800 ഗ്രാം സ്വർണം വിജയ് മല്യ
ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾക്ക് വേണ്ടി ഇറക്കി കൊടുത്തത് എന്നാണ് SP ജോർജ് ജോസഫ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ സ്വർണത്തിൽ നിന്നും എത്ര സ്വർണമാണ് ശബരിമലയിൽ പൂശിയിരിക്കുന്നത് എന്നുള്ളതിന് വിവിധ തലത്തിലുള്ള കണക്കുകളാണ് വരുന്നത്. അതായത് 33 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ച് ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതികൾ, സ്വർണം പൂശലുകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ പോലും ബാക്കി 10 കിലോഗ്രാം സ്വർണം, 10.8 കിലോഗ്രാം സ്വർണം എവിടെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ ജോർജ് ജോസഫ് ചോദിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്ന കണക്കുകളല്ല യഥാർത്ഥത്തിൽ ശരി. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ 1998-99 കാലഘട്ടത്തിൽ വിജയ് മല്യ സ്വർണം പൂശുന്നതിന് വേണ്ടി എത്ര സ്വർണമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഈ ശബരിമല ക്ഷേത്രത്തിന് വേണ്ടി കൈമാറിയത് എന്നുള്ളതിന്റെ കൃത്യമായ കണക്ക് ഹൈക്കോടതിയുടെ രേഖകളിലുണ്ട്. ഈ രേഖകളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ജോർജ് ജോസഫ് പറഞ്ഞിരിക്കുന്നത് 44.800 ഗ്രാം കിലോ സ്വർണമാണ് വിജയ് മല്യ കൊടുത്തത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന തരത്തിൽ 31 കിലോഗ്രാം സ്വർണമോ 33 കിലോഗ്രാം സ്വർണമോ ആണെങ്കിൽ പോലും ബാക്കി 10 കിലോഗ്രാം സ്വർണം എവിടെ പോയി എന്നുള്ളത് ചോദ്യം തന്നെയാണ്. ആ 10 കിലോഗ്രാം സ്വർണം ആരടിച്ചു മാറ്റി, എവിടെ കൊണ്ടുപോയി, ആരാണ് അതിന് ഉത്തരവാദി എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടത് തന്നെയാണ്. കൂടാതെ ശബരിമലയിൽ സ്വർണ്ണ കൊടിമരം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഫിനിക്സ് ഗ്രൂപ്പ് ഏതാണ്ട് 9 കിലോഗ്രാം സ്വർണമാണ് കൊടുത്തത്. 9 കോടി രൂപയോളം അതിന് ചെലവായിട്ടുണ്ട് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. അതെന്ത് തന്നെയായാലും മാളികപ്പുറത്തും ശബരിമലയിലെ നാഗരാജ ക്ഷേത്രത്തിലും കന്നിമൂല ഗണപതി ക്ഷേത്രത്തിലുമൊക്കെയായി സ്വർണ്ണ നിർമ്മിതികൾക്ക് വേണ്ടി പിന്നെയും സ്വർണം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശബരിമലയിൽ ആസൂത്രിതമായ അന്താരാഷ്ട്ര സ്വർണ്ണക്കൊള്ളക്കാർ നടത്തുന്നത് പോലുള്ള സ്വർണ്ണക്കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ VSSയുടെ മുദ്ര ചെയ്ത കവറിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ എത്ര തരത്തിലുള്ള സ്വർണ്ണ കവർച്ച നടന്നിട്ടുണ്ട്, ശബരിമലയിൽ വിജയ് മല്യ സ്ഥാപിച്ച് നൽകിയ സ്വർണ്ണ പാളികളും സ്വർണ്ണ നിർമ്മിതികളും തന്നെയാണോ ഇപ്പോൾ ഇരിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി ശബരിമലയിൽ നിന്നും സാമ്പിളുകൾ എടുത്തുകൊണ്ടുപോയി SITയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം VSSയിൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പരിശോധനാ ഫലം മുദ്രവെച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കൈമാറുന്നു. ഈ കൈമാറിയ രേഖകളിലും വിദേശ വിപണികളിൽ ശബരിമലയിൽ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ വിറ്റിട്ടുണ്ട്. ആന്റിക് മൂല്യം അനുസരിച്ച്, പുരാതന വാസ്തുശില്പ മൂല്യം അനുസരിച്ചിട്ട് 1000 കോടി വരെ രൂപയ്ക്ക് ഇത് വിറ്റിട്ടുണ്ട്. ഇപ്പോൾ ഇരിക്കുന്നത് കൃത്രിമമായ ചെമ്പിൽ സ്വർണം പൂശിയ തകിടുകളാണ് എന്നുള്ള സൂചനകൾ ഇതിലുണ്ട് എന്ന് പറയുമ്പോൾ റിപ്പോർട്ട് ഇനിയും ഹൈക്കോടതി പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ചിത്രം അറിയാൻ പറ്റും. അതിൽ എത്ര തന്നെ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടെങ്കിലും വിജയ് മല്യ കൊടുത്ത 10 കിലോഗ്രാം സ്വർണം എവിടെ പോയി എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടതാണ് എന്നാണ് ജോർജ് ജോസഫ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. ജോർജ് ജോസഫ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പിന്നെ ഇടയ്ക്കൊക്കെ ചില വാർത്തകൾ 33 കിലോയെ അവിടെ പൂശിയിട്ടുള്ളൂ, പൊതിഞ്ഞിട്ടുള്ളൂ എന്ന്. അതിനൊന്നും അർത്ഥമില്ല. കാരണം 44 കിലോ 800 ഗ്രാം വിജയ് മല്യ അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2009 അവിടെ വീണ്ടും സ്വർണം വന്നിട്ടുണ്ട്. അത് കന്നിമൂല ഗണപതിയുടെ അവിടെയും മാളികപ്പുറം ക്ഷേത്രത്തിലും നാഗരാജാവിന്റെ അവിടെയൊക്കെ സ്വർണം 2009 സ്വർണം വന്നിട്ടുണ്ട്, പൂശിയിട്ടുണ്ട്. അത് എത്ര കിലോ എന്ന് SIT കണ്ടെത്തണം. കൃത്യമായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം വിജയ് മല്യ പൂശി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിച്ച് ആ പൂശി കഴിഞ്ഞിട്ട് ഹൈക്കോടതി പൂശിയെന്നും അതിന്റെ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 60ഓളം ജോലിക്കാരുണ്ടായിരുന്നു. 3-4 മാസം അവര് ശബരിമല അവിടെ കിടന്ന് ജോലി ചെയ്തതാണ്. അന്നൊന്നും പൂശാനൊന്നും വെളിയിലോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ കൊണ്ടുപോക്കിന് ദുരുദ്ദേശം തന്നെ. എന്തിനാണ് കൊണ്ടുപോകുന്നത്? അങ്ങനെ കൊണ്ടുപോകാൻ വകുപ്പില്ലല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ദേവസ്വം മന്ത്രിയോ പറഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുമോ? അത് ശബരിമലയുടെ സ്വത്ത് സൂക്ഷിക്കേണ്ട ആൾക്കാർ തന്നെയല്ലേ അത് വെളിയിലോട്ട് കൊണ്ടുപോകാൻ വകുപ്പുണ്ടാക്കിയത്. അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല.